വാ ഒരു കാര്യം പറയാണ്ട് വേഗം ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ടി ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ബ്ലോഗ് ഉണ്ട്. നമ്മൾ യൂട്യൂബൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാമിലിയാണ്. അതായത് ഷെമി എന്ന് പറയുന്ന ഒരു സ്ത്രീയും പിന്നെ അവരുടെ ഭർത്താവും. ആ ഭർത്താവിന് കുറച്ച് പ്രായം കുറവാണ്. ആ സ്ത്രീക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനൽ കാണാനും എല്ലാവർക്കും കൗതുകമാണ്. ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരെന്താണ് പറയുന്നത്, ഇവരെവിടെയാണ് പോകുന്നത്, ഇവരെന്താണ് ഭക്ഷിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഭയങ്കര കൗതുകമാണ്. ഇവരാണെങ്കിൽ എന്ത് ചെയ്യും, ഓരോരോ കണ്ടന്റുകൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുവാണ്. ഇവർക്ക് ഈ പക്ഷിക്ക് ഇര കൊടുക്കുന്നില്ലേ, അതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. ഇപ്പോഴിവർക്ക് 2 ദിവസമായിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സ്ത്രീ പറയുകയാണ്, ഞങ്ങൾ പിരിയുകയാണ്. പിരിയാനുള്ള കാരണം എന്താണ്, എന്നെ പ്രായം പറഞ്ഞ് കളിയാക്കുന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എനിക്ക് മൈലാഞ്ചി വാങ്ങിച്ച് തന്നില്ല, ഡ്രസ്സ് വാങ്ങിച്ച് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പിരിയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി പറയുന്നത്, യൂട്യൂബ് കിട്ടിയ പൈസയും എനിക്ക് തരാറില്ല, എല്ലാ പൈസയും അവൻ തന്നെയാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ചാ? അതായത് നിങ്ങൾ വിശ്വസിച്ച ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ്, ഇതിങ്ങനെ പറഞ്ഞ് പണ്ട് പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോൾ പുലിയൊന്നും ഉണ്ടാവില്ല. അവസാനം ഒറിജിനൽ പുലി വന്നപ്പോഴെന്ന് പറഞ്ഞ് അവനെയും കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇത് പിരിയോന്ന് എന്ന് പറഞ്ഞിട്ട് അവസാനം ഇത് തമാശ പറഞ്ഞ് ഇനിയിപ്പോഴും പിരിയുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല. പൊതുവേ ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ ഈ ഫാമിലി പിന്നെ കണ്ടന്റുകൾ എടുക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തുമ്മിയനും തുപ്പിയനും മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ആക്കിയിട്ടിടും എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. പക്ഷെ ഇവർക്കൊന്നും എന്ന് പറഞ്ഞാൽ കണ്ടന്റുകളില്ല. ഈ ഫാമിലി വ്ളോഗേഴ്സിന് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ പറയാം, മറ്റുള്ള വ്ളോഗേഴ്സിൽ നിന്നും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രായ വ്യത്യാസം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സൂക്ഷിച്ച് നോക്കുന്നത്, പിരിയുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം എല്ലാവരും കാണുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ, ഇതൊന്നും മുന്നോട്ട് പോവില്ല. അതായത് കുറച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കം വേറെ ആരെങ്കിലും കെട്ടിയിട്ട് പോകും, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് പ്രായം കൂടുതലാണെന്ന് പറയും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരും എന്നുള്ളതാണ്. ഇപ്പോഴും ഇവരിത് തന്നെയാണ് പറയുന്നത്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യൻ അവരെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. അത് ഉറപ്പാണ് നടന്നത്. അവന് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അങ്ങനെ കല്യാണം കഴിച്ച് അവൻ്റെ ലൈഫ് കൊണ്ടുപോകേണ്ടത് അവനാണ്. നാട്ടുകാരെ മുഴുവൻ എല്ലാ കാര്യങ്ങളും കാണിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇവൻ കല്യാണം കഴിച്ചത് തന്നെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനാണോ എന്ന് പോലും എനിക്കിപ്പോഴും സംശയമുണ്ട്. അതായത് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട്, അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒരുത്തനുണ്ടല്ലോ 2 ഭാര്യമാരെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്താ പറയേണ്ടത്, ഈ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു ചങ്ങായി വേറെ ഒരുത്തനുണ്ട്, 2 ഭാര്യയാന്നവന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ അരമണിക്കൂറുള്ള വീഡിയോ മാത്രമാണ്. അത് കഴിഞ്ഞ് 23.5 മണിക്കൂറും ആ വീട്ടിൽ നടക്കുന്ന കലാപമായിരിക്കും ചിലപ്പോൾ. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ 2 ഭാര്യമാർ വീയൻ്റെടാ എന്തൊരു സ്നേഹമാണ്, എന്തൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ ഇവരുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റിയൽ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ പറയേണ്ടത്. കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ ഇന്നിപ്പോൾ ഇങ്ങനെയൊരു തംബ്ലൈന്, അതായത് ഞങ്ങൾ പിരിയുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ആൾക്കാർ കാണും. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കുറച്ച് നാൾ മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്, ഇവരുടെ പ്രസവത്തിൻ്റെ കേസായിരുന്നു. ആ പ്രസവത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് അവൻ അപ്പോൾ തന്നെ കാറിൽ വന്നിട്ട് അവിടുന്ന് ക്യാമറ ഓണാക്കിയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരെങ്കിലും ചെയ്യുന്ന ഇതാണോ? അതായത് ഭാര്യനെ പ്രസവ വാർഡിൽ അവിടെ അഡ്മിറ്റ് ആക്കി ഇരിക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനാണോ നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്താണോ നിൽക്കുക? അതാണ് ഒരുപാട് പേര് അതിനെ വിമർശിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവരവിടെ കിടക്കുമ്പോൾ ഇവൻ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യുക. ഇവൻ ആൾക്കാരോട് പറയുകയാണ് പോലും, എൻ്റെ ഭാര്യ ഇവിടെ കിടക്കുക, എന്താ നാളെ പറഞ്ഞാൽ പോരെ, ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോരെ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇവർക്ക് ഊക്കം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാലോ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി കണ്ടന്റുകൾ എടുക്കുന്നവർ ഇതുപോലെ കണ്ടന്റുകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, എന്നാൽ ശരി, എന്നാൽ നമുക്ക് പിരിയാം, ആ പിരിയേണ്ട കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ ഷെമി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവർ പറയുകയാണ്, എനിക്ക് മൈലാഞ്ചി വാങ്ങിച്ചു തന്നില്ല, അതുപോലെ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങിച്ചു തന്നില്ല. ഇതൊക്കെ ഒരു ആരോപണമാണോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങൾ വേർപിരിയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടൊരു വീഡിയോ വരികയാണ്. ഫാമിലി കണ്ടന്റുകൾ നമ്മൾ കാണുന്നത് തന്നെ ഒരുപാടെന്ന് പറഞ്ഞ് ദാരിദ്ര്യം പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. ഞങ്ങൾ പിരിയാൻ പോകുന്നു, എൻ്റെ വീട്ടിൽ അടി നടന്നു, ചേട്ടൻ പശുവിനെ കുളിപ്പിച്ചില്ല, ഞാൻ കയറി വരുമ്പോൾ
കാലിന് ചെളി പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ, ഫാമിലി കണ്ടന്റുകൾ ഇറക്കാറുണ്ട്. ഇതിനൊക്കെ ഞാൻ ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, അവരെന്ന് പറഞ്ഞാൽ ഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രം, അതായത് അവരുടെ ദാരിദ്ര്യം മാത്രമാണ് പറയുന്നത്. പക്ഷേ അവരുടെ വ്യൂസ് നോക്കുമ്പോൾ ഏകദേശം 1 ലക്ഷത്തിന് മേലെ, 1.5 ലക്ഷത്തിന് മേലിലും എല്ലാ വീഡിയോക്കും ശരാശരി വ്യൂസ് ഉണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ദാരിദ്ര്യം മാറുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം എന്നെങ്കിലും അവർ ദാരിദ്ര്യം വിട്ട് കഴിഞ്ഞാൽ അവരുടെ വ്യൂസ് കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഷെഫി എന്ന് പറയുന്നതും അതുപോലെ ഷെമി എന്ന് പറയുന്നതും. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരാൾക്ക് പ്രായം കൂടുതലാണ്, ചെറുക്കനാണെങ്കിൽ കുറച്ച് പ്രായമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ ഇവരുടെ വീഡിയോ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതായത് ഇവർ ഇത്രയും പ്രായമുള്ള സ്ത്രീയെ കെട്ടിയിട്ട് ഇവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള തരത്തിൽ അവരുടെ ആ ജീവിതം ഇങ്ങനെ നോക്കിക്കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലെ വീഡിയോ ഇടുമ്പോഴേക്ക് എല്ലാവരും പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴവരിട്ട വീഡിയോയിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിരിയുകയാണ്. ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി കമൻ്റ് ഇടാൻ തുടങ്ങി. വീഡിയോ ഒന്നും കണ്ട, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിരിയും, ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾ പിരിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങളെ പറ്റിക്കുകയാണ്. അതായത് എല്ലാവരെയും പറ്റിക്കുകയാണ്. അല്ലാതെ അവിടെ വേറെ ഒന്നും നടക്കുന്നില്ല. അവിടെ പിരിയാനും പോകുന്നില്ല, ഒന്നും പിരിച്ചുവിടാനും പോകുന്നില്ല. കുറേ നാൾ കഴിയുമ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും, അതൊന്നും വീഡിയോയിൽ കാണിക്കത്തുമില്ല. അതായത് അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ കാണിക്കത്തുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഒരാൾ ഒരു ത്യാഗം ചെയ്തതാണെങ്കിൽ, കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു, ശരി, അവരുമായിട്ട് നല്ല സന്തോഷത്തിൽ ജീവിക്കേണ്ടതാണെങ്കിൽ ഈ വീഡിയോ ഇട്ടോ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നെഗറ്റീവ് ആക്കിയിട്ട് ജനങ്ങളെല്ലാം പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? ഇവിടെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുത്തില്ല, അല്ലെങ്കിൽ മൈലാഞ്ചി വാങ്ങി തന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ എത്രയോ ജനങ്ങളുണ്ട് വളരെ കഷ്ടപ്പെട്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ മുമ്പൊക്കെ നമുക്കറിയാം ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നവരുണ്ട്. അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കരിവാരി തേക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഡ്രസ്സ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇത്രയും നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് പറയുന്നത് എനിക്കൊരു ഡ്രസ്സ് എടുത്തു തന്നില്ല പെരുന്നാളിന്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്താ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിയാണ്. അതായത് ഈ പയ്യൻ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കുന്നതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അവരുടെ പ്രായം പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അതായത് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് ഏറ്റെടുക്കും, ഇതുപോലെ റിയാക്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഇവരൊക്കെ ചെയ്യുന്നൊരു പരിപാടി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റീച്ചാണ്. ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഒരുപാട് പേര് കാണാനുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് കൗതുകമാണ് ഇവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇവരെന്താണ് അവിടെ ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അതുപോലെ ഇവൻ എന്താണ് പിന്നെ ആ ഒരു ചേച്ചിയെ വിളിക്കുന്നത്, അവൻ ഈ പേരാണോ വിളിക്കുന്നത്, പക്ഷെ അവൻ പേര് തന്നെയാണ് വിളിക്കുന്നത്. അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു കൗതുകം ഇത് കാണാനൊക്കെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കൗതുകത്തിന് വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ജീവിതം കണ്ടിട്ട് നമ്മൾ ആരും കണ്ണ് മഞ്ഞളിക്കരുത്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറും 20 മിനിറ്റുള്ള ജീവിതമാണ്. അതാണ് അവർ നമ്മളെ കാണിക്കുന്നത്. അതായത് ആ ഒരു 20 മിനിറ്റ് മാത്രമാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. ബാക്കി 23.5 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് പല കുടുംബങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് നിങ്ങൾ ആ ഷെമിയുടെ ജീവിതം നോക്ക്, അല്ലെങ്കിൽ ഷെഫിയുടെ ജീവിതം നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ അനുകരിക്കുന്നത്, ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊക്കെ അനുകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെ മൈലാഞ്ചി മേടിച്ച് തരുന്നില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് വാങ്ങിച്ച് തരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവർ ആലോചിക്കുന്നില്ല. ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ദൈവം സഹായിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം? ഈ ഫാമിലിയോട് പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കുക. അല്ലാതെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്? നെഗറ്റീവ് കംപ്ലൈൻറ്റ് ഇടുക, അതുപോലെ നെഗറ്റീവ് കണ്ടന്റ് ഇടുക, അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഫാമിലി വ്ളോഗ്സിന് ഇത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായാൽ മാത്രമേ ആൾക്കാർ കാണാനും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് മറന്നുകൊണ്ട ലൈക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ തരണം. നന്ദി, നമസ്കാരം.